എന്തിനാ വീട്ടിൽ ഫ്രൂട്ട്സ് തോട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു കുറെ സംഭവങ്ങളുണ്ട്, പക്ഷെ എല്ലാത്തിലും ഫ്രൂട്ട് ആയിട്ടില്ല. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് മുസമ്പി, പിന്നെ ഇത് നാരങ്ങയാന്ന് തോന്നുന്നു, നാരങ്ങ തന്നെ. പിന്നെ മെയിൻ ഐറ്റം ഇത് അബിയോ, ഇത് കുറെ ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ കുറെ പറിച്ച് കേസിലാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. പിന്നെ ഇത് മറ്റെന്താന്നറിയോ, ബുഷ് ഓറഞ്ചോ അങ്ങനെ ഒരു സംഭവമല്ലേ, ജ്യൂസ് കടിക്കാൻ പറ്റും. ആ ജ്യൂസ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇത് അമ്പയങ്ങ, നോർമൽ അമ്പയങ്ങ പോലെ അല്ല, അതിൻ്റെ ഉള്ളിൽ കുരുവൊന്നുമില്ല, അപ്പൊ ഇത് കുരുല്ലാത്ത അമ്പയങ്ങ. പിന്നെ ഇതിനെ മരമുന്തിരി എന്ന് പറയും. ശരിക്കും ഇതിന്റെ പേര് എന്താന്നല്ല, ഞങ്ങള് മരമുന്തിരിങ്ങാന്ന് കുളിക്കും. ഇതിന്റെ പേര് തന്നെയല്ലേ, അറിയുന്നോല് കമന്റ് ചെയ്യും. ഇത് കുറെ ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാം കൂടി ഞങ്ങൾ പറിച്ചു. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇതെല്ലാം എന്റെ ഉമ്മച്ചിപ്പയും ഉണ്ടാക്കുന്നതാണ്. ഓരോ മെയിൻ ഹോബി എന്ന് പറയുന്നത് തന്നെ ഇതാണ്. എവിടെ എന്തുണ്ടാലും വീട്ടുമുറ്റത്തും പറമ്പിലും കൊണ്ടുവന്ന് കുഴിച്ചിട്ട്, ഇപ്പൊ പറമ്പിലും വീട്ടിലൊന്നും സ്ഥലമില്ലടോ. കണ്ടോ ഒരു സ്ഥലത്തിന് ഓല് വരുത്തു വിട്ടിട്ടില്ല. ഇത് നമ്മുടെ ഗോൾഡ്, ബ്ലാക്ക് ഗോൾഡ് പെപ്പർ അഥവാ കുരുമുളക്. പിന്നെ ഇത് നാരങ്ങയാന്ന് തോന്നുന്നു, നാരങ്ങ തന്നെ. എനിക്ക് ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഒന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ മെയിൻ ആയിട്ടും തക്കാളി എൻ്റെ വീട്ടിൽ തക്കാളി വാങ്ങലേ ഇല്ല. തക്കാളി എപ്പോഴും ഉണ്ടാവും, അതുപോലെ പച്ചമുളക് എപ്പോഴും ഉണ്ടാവും. ഇത് പാവുന്നേ ഉള്ളൂ, പക്ഷെ ഇത് കുറേ ഉണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടില്ല. ഇത് സംഭവം സെറ്റാണ്. എൻ്റെ ഉമ്മച്ചിപ്പൊക്കെ ഇത് നോക്കണണ്ട, നമുക്ക് ചെറിയ കുട്ടികളെ നോക്കണ പോലെ നോക്കാം. പിന്നെ ഇത് വഴുതനങ്ങ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇത് വേറൊരു വഴുതനങ്ങ, അപ്പോൾ ലോട്ട്സ് ഓഫ് വഴുതനങ്ങകൾ. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈ വർഷം ഉണ്ടാവും തോന്നുന്നു. ഇത് പിന്നെ മറ്റേ കറുവപ്പട്ട, അതിൻ്റെ പൂവ്, അങ്ങനത്തെ ഒരു സംഭവമല്ലേ അത്.